സംഭവം സിമ്പിളല്ല, നമ്മളെ മരത്തിലെടുക്കണം അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കുടുമ തയ്യാറാക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മളെ മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഉളി കൊണ്ട് വെട്ടാനൊക്കെ വളരെ സിമ്പിളല്ലേ. സിമ്പിളായിട്ട് മരത്തിലെടുക്കണ പോലെ തന്നെ അല്ലേ. മരത്തിലെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണോ? ടെമ്പർ ഉണ്ടല്ലേ. ആ അത് ശരി. ഏകദേശം ഒരു 20 ടെമ്പറൊക്കെ വരും. അത്ര പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ പണിയെടുക്കുമ്പോൾ. ചീന്തി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ വിചാരിച്ച പോലെ തുറക്കാനൊക്കെ പറ്റും അല്ലേ. ആ രീതിയിൽ ഉള്ളി കൊണ്ട് ഇതുപോലെ ചെത്തിയെടുക്കുക ഒക്കെ ചെയ്ത്. ഇപ്പോൾ കാര്യമായിട്ട് നിങ്ങൾക്ക് പണി പറഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് നിങ്ങൾ പണി പറഞ്ഞാൽ ഇതുപോലെ കുടുംബം ഉണ്ടാക്കലും തുള ഉണ്ടാക്കലും അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതുപോലത്തെ ചാലടക്കമുള്ള പീസാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ പീസ് വന്നിട്ട് തൊള്ളടേണ്ട പണി. അതുപോലെ ചെറിയൊരു വിൻഡോൻ്റെ വർക്കാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ വാളുകൊണ്ട് കട്ട് ചെയ്തിട്ട് ബാക്കി ഉള്ളി കൊണ്ട് മുറിച്ചെടുക്കുന്ന ഒരു വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങൾ കാണാം കേട്ടോ. ഇതൊക്കെ വിൻഡോൻ്റെ ഫ്രെയിമാണ്. ഇതൊക്കെ കറക്റ്റ് ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ സ്ക്രൂ ചെയ്താൽ മാത്രം മതി. ഇത് സ്ക്രൂ ആട്ടോ ചെയ്യുക. നമ്മളെ മരത്തിലൊക്കെ മരത്തിൻ്റെ ആണിയൊക്കെ കയറ്റുന്നതിന് പകരം സ്ക്രൂ ചെയ്താൽ മതി. അവിടെയൊക്കെ ഡോർ ഫ്രെയിമുകളൊക്കെ ഉണ്ടാക്കി. ഇത് ബാത്റൂമിൻ്റെ ഡോർ ഫ്രെയിമാണ്. 3-2 വരുന്ന ബാത്റൂമിൻ്റെതാണ്. അതുപോലെ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ പീസുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് നല്ല ഫിനിഷിങ്ങിലാണ്. ഇത് പണി കഴിഞ്ഞ് വന്നാൽ ഇത്രയും മിനുസത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചാൽ മതി. ഇത് ഒരുപാട് പേപ്പർ ഇട്ട് റെഡി ആക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ജോയിൻറ്റിൽ മാത്രം ചെറുതായിട്ടൊന്ന് പേപ്പർ, അത് ഇവിടെ തന്നെ കുറേയൊക്കെ പേപ്പർ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. മുന്നിൽ വരുന്ന വലിയൊരു വിൻഡാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഫിക്സ്ഡ് ഗ്ലാസ് വെക്കാനുള്ളതാണ് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള പല രീതിയിലുള്ള വർക്കുകൾ ഇതുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ WPCൻ്റെ ഉൽപ്പന്നങ്ങളാണ് വെക്കുന്നത്. വാതിലും ജനലൊക്കെ WPCനാണ് ഒരുപാട് ആൾക്കാർ. നമ്മളെ മരത്തിൻ്റെ ഒരു ഇരുള് വെക്കുന്ന ആ ഒരു റേഞ്ചിൽ ഇത് വെക്കാൻ പറ്റും. മരത്തിൻ്റെ അതേ ലുക്ക് തന്നെ ഇത് വെച്ചാൽ കിട്ടുന്നുണ്ട്. ഇത് നമ്മളെ പടവിൻ്റെ കൂടിയും വെക്കാം, പടവ് കഴിഞ്ഞിട്ട് പിന്നീട് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് എവിടെയെന്ന് അറിയാം? വുഡ് ലുക്കിലാട്ടോ. അതായത് WPCൻ്റെ പ്രീമിയം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഷോപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെ നമ്മൾ മുന്നേ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് WPCൻ്റെ ഡോർ ഫ്രെയിം, ഡോറ്, അതേപോലെ തന്നെ WPCൻ്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന നല്ലൊരു ഷോപ്പ്. ഫ്ലോറസ്റ്റ, കേബോർഡ്, ഈ 2 കമ്പനികളുടെ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് ഉള്ള ഷോപ്പാണിത്. ഈ 2 കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു WPCൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതിനെ വാങ്ങാൻ ശ്രമിക്കണം. നല്ല ഡെൻസിറ്റി ഉള്ള, ഇത് അത്യാവശ്യം ഇന്ന് കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ടോപ്പ് ഡെൻസിറ്റി ഉള്ള 2 കമ്പനികളാണ് ഈ ഒരു ഫ്ലോറസ്റ്റ് ആയാലും അതേപോലെ തന്നെ കേബോർഡ് ആയാലും. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള അവരുടെ ഓഫീസാണിത്. അപ്പോൾ ഇവിടെ ഇതാ കേബോർഡിൻ്റെ ഒരു ഡോർ ഫ്രെയിമാണ് ഇത് വരുന്നത്. ഇത് നിർമ്മിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് പെയിൻ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു ലെവലിൽ ഇത്രയും ഫിനിഷിൽ ലഭിക്കട്ടോ. ഇതിലിപ്പോൾ ഇനി പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി. നമ്മളെ അതിൻ്റെ ഡോറാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇത് പെയിൻ്റൊക്കെ അടിച്ച് ഫുൾ പണി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് മുന്നിലെ വാതിലാണ്. നമ്മളെ ചുമരിൻ്റെ അതേ വണ്ണത്തിൽ വെക്കാൻ പറ്റുന്ന നല്ല വീതി കൂടിയിട്ടുള്ള നല്ല പ്രീമിയം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു തേക്കിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ WPCൻ്റെ ഇതേപോലെ തന്നെ ഡോറും ഈ ഡോറിൻ്റെ ഫ്രെയിമായാലും WPCൻ്റെ കിച്ചൺ കബോർഡായാലും ഒക്കെ WPCയാണ് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഡാമേജ് ഇല്ല എന്നുള്ളത്, ലൈഫ് ടൈം ഗ്യാരണ്ടി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ ചെതൽ പിടിക്കുക, കുത്തുക, വളയുക അങ്ങനത്തെ യാതൊരു പ്രശ്നം വരുന്നില്ല. ഒരു കേടും കൂടാതെ എത്ര കാലം വേണമെങ്കിലും നിൽക്കുന്നുള്ളതാണ് ഈ WPCൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മരത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ WPC. ഇതേപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും മരം കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ വർക്കുകളും WPCയിൽ ചെയ്യാൻ പറ്റും. WPCയിൽ ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ആണിത്. നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വിൻഡോ ആണിത്. അതിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുള്ളതാണ്. ഈ രീതിയിലും എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്നതുകൊണ്ട് തന്നെ വളരെ സൗകര്യമാണ് കേട്ടോ. അപ്പോൾ WPCൻ്റെ ഷീറ്റൊക്കെ വരുന്നത് 8-4 ഷീറ്റൊക്കെ വരുന്ന ഡെൻസിറ്റി 0.6 മുതൽ 0.7 വരെയൊക്കെ ഡെൻസിറ്റി വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിനാണെങ്കിൽ തന്നെ 1066, 1000 മുകളിലാണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. ഇത് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു കാലത്തും കേടുകൂടാതെ വെക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ വേണ്ടവർ നമ്മളെ ഇതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ താഴെ വെക്കാം. ഇത് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്. അപ്പോൾ ഇതുപോലെ സാധാരണ നമ്മൾ റൂമിലേക്കൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഡോർ ഫ്രെയിമുകളും ഡോർ ഷീറ്റുകളൊക്കെ പല ഡിസൈനിലും ഇതുപോലുള്ള പല ഡിസൈനുകളിലും ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളെ ഡിസൈൻ അനുസരിച്ചുള്ള സംഭവങ്ങൾ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് തരും. ഇതുപോലെ പണി ചെയ്ത് നിങ്ങളെ വീട്ടിൽ ഫിറ്റ് ചെയ്ത് തരുന്ന രീതിയിലൊക്കെ തരും. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളെ മോഡൽ ഏതാണെന്ന് പറഞ്ഞാൽ ആ മോഡലിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാവുന്ന. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. അതിൻ്റെ കുറച്ച് ഒരു പീസാണ് കേട്ടോ. നമ്മൾ കേബോർഡിൻ്റെ ഒരു
പീസും ഇത് ഫ്ലോറസ്റ്റ് ആണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട്. നല്ല ടെമ്പർ ഉണ്ട്, അത്യാവശ്യം കനുണ്ട്. ഇതൊക്കെ ഇവിടെ മാർക്കറ്റിൽ ലഭിക്കുന്ന ഓരോരോ കമ്പനികളുടെ പീസാട്ടോ. ഇതൊക്കെ ഇതിനിടെ കുറച്ചും കൂടി റേറ്റ് കുറച്ച് കുറവുള്ള പീസുകളാണ്. ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതാ ഇതിൻ്റെ മുക്കും മൂലയൊക്കെ നമുക്ക് പൊട്ടിച്ചതാ ഡാമേജ്. ഇതിനൊരു വിധത്തിലുള്ള ഡാമേജ് ഇതിനൊരു വിധത്തിലുള്ള ഡാമേജും ഇതിന് വരുന്നില്ല കേട്ടോ. അവിടെ ഇതിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് പൊട്ടിയിട്ട്. ഇതാ നമ്മൾ അടിക്കുന്ന സമയത്ത് ഇത്രയും പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. ഇതിന് യാതൊരുവിധ ഡാമേജും വന്നിട്ടില്ല കണ്ടോ. അതാണ് ഇതിൻ്റെ ഒരു പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഇതിന് ഡാമേജുകളൊന്നും അടിക്കുന്ന സമയത്ത് ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അവിടെ ഇത് പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റീൻ്റെ പറ്റിയല്ലേ എന്തൊക്കെയാ? അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഓണർമാരിൽ ഒരാളാണിത്. നിങ്ങളെ പേരെന്താണ് പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ഓണർമാരിലൊരാളാണ് ഷർഫിദൻക്കാണിത്. ഷർഫിദൻക്ക ഇതിൽ ശരിക്ക് എന്താ ഇത് പെയിന്റ് അടിക്കുമ്പോൾ നേരെ പെയിന്റ് അടിച്ചാൽ പോരെ? ഇതിൽ വേറെ നേരെ അടിച്ചാലും മതി. പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും ചെയ്യല്ലേ. അതാകുമ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ കിട്ടും. സാധാരണ നമ്മളിപ്പോൾ ഡിസ്പ്ലേയിലൊക്കെ ചെയ്യുന്നത് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് നേരിട്ട് അടിച്ചാലും പിടിക്കൂലേ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളത്. ഇവരെ ക്ലൈൻറ്റുകളാണ് ഇതൊക്കെ. ഇത്രയും കമ്പനികൾ ഇവരെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വരുന്നത് കേ ബോർഡിൻ്റെ ആണ്. അതേപോലെ തന്നെ ഇത് വരുന്നത് ഫ്ലോറസ്റ്റിൻ്റെ ആണ്.